ഹായ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ദോശ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ സാധാരണ ദോശയ്ക്കുള്ള എല്ലാ കറികളും ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. കറി ഇല്ലാതെ വരെ നമുക്കിത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. നുറുക്ക് ഗോതമ്പ് ആയതുകൊണ്ട് ഷുഗർ ഉള്ളവർക്കും പിന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ആഹാരമാണ്. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് കപ്പിലാണോ അളന്നെടുക്കുന്നത് ആ കപ്പിൽ തന്നെ എല്ലാം അളന്നെടുക്കുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കപ്പ് 125 ഗ്രാമിൻ്റെ ആണ്. ഇനി അതേ കപ്പിൽ 1/4 കപ്പ് ഉഴുന്നുപരിപ്പ് കൂടി അളന്നെടുക്കുക. ഇനി ഇത് രണ്ടും നന്നായിട്ട് കഴുകിയെടുക്കാം. നുറുക്ക് ഗോതമ്പിൽ നല്ലപോലെ പൊടിയൊക്കെ കാണും. നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഉഴുതും കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ ഗ്ലാസ് ആയതുകൊണ്ടാണ് 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവ ചേർത്തത്. കുറച്ചുകൂടി വലിയ ഗ്ലാസ് ആണെങ്കിൽ ഒരു 240 ml ഒക്കെ ഗ്ലാസ് ആണെങ്കിൽ 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 5 മുതൽ 6 മണിക്കൂർ വരെ നന്നായിട്ട് കുതിർത്തിയെടുക്കാം. 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് അരച്ചെടുക്കാം. ആദ്യം നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. ഉഴുന്ന് നന്നായിട്ട് ഒട്ടും തരിയില്ലാതെ വേണം അരച്ചെടുക്കാൻ. അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടുതൽ ഒഴിച്ച് അരച്ചെടുക്കരുത്. ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഉഴുന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തന്നെ ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നുറുക്ക് ഗോതമ്പ് അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ 1 കപ്പ് അവലും കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഞാനിപ്പോൾ ഈ കപ്പിലാണ് നുറുക്ക് ഗോതമ്പൊക്കെ അളന്നെടുത്തിരിക്കുന്നത്. ആ കപ്പിൽ തന്നെ 1 കപ്പ് അവലെടുക്കുക. അപ്പം അവലില്ലെങ്കിൽ ഇതേ അളവിൽ തന്നെ ചോറ് എടുത്താൽ മതി. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ നമുക്ക് അരിയൊക്കെ അരഞ്ഞ് കിട്ടുന്ന പോലെ പെട്ടെന്ന് അങ്ങ് അരച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. കുറച്ച് അരച്ചെടുക്കാൻ പാടായിരിക്കും. ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. നിർത്തി അരച്ചെടുത്താൽ മതി സാവധാനം. ഗോതമ്പ് ദോശയാണെങ്കിൽ നമ്മൾ ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. മാവ് അരിച്ചെടുക്കുമ്പോൾ തന്നെ അതിലുള്ള കൂടുതൽ ഫൈബറൊക്കെ അങ്ങ് പോവും. പക്ഷെ ഇങ്ങനെ ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഫൈബർ ഒന്നും പോവില്ല. അതുകൊണ്ട് നല്ല ഹെൽത്തിയാണ് ഈ ദോശ. അരച്ചെടുക്കുമ്പോൾ കുറച്ച് തരിയുള്ള രീതിയിൽ വേണം അരച്ചെടുക്കാൻ. വെള്ളം അധികം കൂടിപ്പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. നേരത്തെ ഞാൻ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയുടെയും ദോശയുടെയും റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കാനെന്ന്. പക്ഷെ നമ്മൾ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർക്കാതെ വേണം മിക്സ് ചെയ്ത് വയ്ക്കാൻ. കാരണം ഉപ്പ് ചേർത്താൽ കുറച്ച് പുളി കൂടി നിൽക്കും. പക്ഷെ ഗോതമ്പ് ദോശയ്ക്ക് പുളി കൂടി നിന്നാലും നമുക്ക് ഇഷ്ടപ്പെടില്ല ആ ടേസ്റ്റ്. അതുകൊണ്ട് ഉപ്പ് ചേർക്കണ്ട. വെറുതെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. കണ്ടോ, ഇതുപോലെ കുറച്ച് പശ പോലെ ഇരിക്കും മാവ്. അധികം തരി കൂടിപ്പോകാനും പാടില്ല കേട്ടോ. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. 8 മുതൽ 9 മണിക്കൂർ എടുക്കും ഇത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അടച്ചു വയ്ക്കുമ്പോൾ ഇതുപോലുള്ള നെറ്റോ അല്ലെങ്കിൽ തുണി ഇട്ടോ വല്ലോ അടച്ചു വയ്ക്കുക. എന്നാലേ നല്ലവണ്ണം പൊങ്ങി വരുള്ളൂ. എയർ ടൈറ്റായിട്ട് അടച്ചു വയ്ക്കരുത്. ഇപ്പോൾ ഒരു 9 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. മൊത്തം മാവ് ഇപ്പം ചുട്ടെടുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ ആവശ്യമുള്ള മാവ് മാത്രം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിൽ ഉപ്പ് ചേർത്തിട്ട് ചുട്ടാൽ മതി. ബാക്കിയുള്ള മാവ് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്ത് വയ്ക്കാൻ നോക്കുക കേട്ടോ. സ്റ്റീൽ പാത്രത്തിലൊക്കെ വെച്ചാൽ പുളി കൂടും. പ്ലാസ്റ്റിക്കിലാവുമ്പോൾ പുളിച്ചു പോവില്ല. മാവ് മാക്സിമം നമുക്ക് 2-3 ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ദോശ പാനോ അല്ലെങ്കിൽ ദോശക്കല്ലോ ചൂടാക്കി എടുക്കുക. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ എണ്ണ തേച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാം. നല്ലെണ്ണ ഗോതമ്പിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് നല്ലതല്ല എന്നൊരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കല്ല് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചിട്ട് തുടച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് അധികമുള്ള ചൂട് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ദോശ നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. പരത്തുമ്പോൾ ഒട്ടിപ്പിടിക്കും. തീ മീഡിയത്തിലാണ് വച്ചിരിക്കുന്നത്. മുകളിലൊന്ന് ചെറുതായിട്ട് കളർ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ വേണമെങ്കിൽ ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇനി അകത്തൊക്കെ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം ചൂടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇളകി വരുന്നുണ്ടോ ഇല്ലയെന്ന്. ഇളകി വരുന്നില്ലെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം ചൂടുമ്പോൾ കുറച്ച് എണ്ണ തേച്ചിട്ട് ചുട്ടെടുത്താൽ മതി. താഴെ ഒന്ന് മൊരിഞ്ഞു വരണം. ഇപ്പോൾ ഇത് നമുക്ക് എടുത്തു മാറ്റാം.
ഇതുപോലെ അടുത്ത ദോശയും ചുട്ടെടുക്കുക. സാധാരണ ദോശയ്ക്ക് ഉണ്ടാക്കുന്ന എല്ലാം ഇതിന് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. സാമ്പാറും അല്ലെങ്കിൽ ചിക്കൻ കറിയും ചമ്മന്തിയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. സാധാരണ നമ്മൾ ഗോതമ്പ് മാവ് കലക്കി ചുട്ടെടുക്കുന്ന പോലത്തെ ദോശയല്ല ഇത്. ഇതിൽ ഒരുപാട് ഫൈബറും പ്രോട്ടീനൊക്കെ ഉള്ളതുകൊണ്ട് ഡയറ്റ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ഷുഗറിൻ്റെ അസുഖം ഉള്ളവർക്കൊക്കെ നല്ല ആഹാരമാണ്. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കേട്ടോ സൗണ്ട്? നല്ല ക്രിസ്പിയാണ്. റേഷൻ കടയിൽ നിന്നൊക്കെ നമുക്കിപ്പോൾ നുറുക്ക് ഗോതമ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കാതെ ദോശയും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.